നമുക്ക് ഈ പൂ ഉണ്ടാക്കിയാലോ? പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ച ഒരു ക്രാഫ്റ്റാണ് ഇത്. കുറേ ആയിട്ട് ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു. ഞാൻ ഓർത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുറേ സമയം എടുക്കുമെന്നൊക്കെയാണ്. പക്ഷേ ഇത് ശരിക്കും ഈസി ആയിട്ടുള്ളൊരു പണിയാണ്. പക്ഷേ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആയാലേ അതിൻ്റെ ഒരു പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഞാനിത് ഉണ്ടാക്കിയപ്പം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. പക്ഷേ അത്ര പെർഫെക്റ്റായിട്ട് വന്നില്ല, ഒട്ടിച്ചെടുത്ത് തോന്നി. അതിന് പൈപ്പ് ക്ലീനർ എടുക്കുക. ഈ കാണിച്ചതുപോലെ ഒരു പ്രാവശ്യം രണ്ടായിട്ട് മടക്കണം. വീണ്ടും അതിനെ ഒന്നും കൂടെ മടക്കി വേറൊരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ആ ഇടയ്ക്കൂടെ കയറ്റി ഒന്ന് എടുക്കണം. അതിനുശേഷം ഈ കാണുന്നത് പോലെ മടക്കി എടുത്ത് ഒന്ന് കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഇതൾ റെഡിയാവും. ഇങ്ങനെ ഞാൻ 6 ഇതൾ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഒരു കമ്പി എടുത്തിട്ട് അതിൻ്റെ മണ്ടയൊന്ന് ചെറുതായിട്ട് വളച്ചു കൊടുത്തു. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് ഓരോ ഇതളും ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്ത് ഒരു പൂവാക്കി എടുത്തു. പൂവാക്കി കഴിഞ്ഞപ്പോൾ ആ ഗ്രീൻ കളറിൽ കണ്ടോ ആ കമ്പിയുടെ മേൽവശം ഇങ്ങനെ നിൽക്കുന്നത്, അതെനിക്കിഷ്ടപ്പെട്ടില്ലേ. അതുകൊണ്ട് അതിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു സാധനവും ഞാൻ ഒട്ടിച്ചു കൊടുത്തു. സ്റ്റെമ്മിലും ഇതേപോലെ തന്നെ പൈപ്പ് ക്ലീനർ ഗ്രീൻ വെച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.